ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ ടോപ്പിക്ക് GSTയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ GSTയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇത് എൻ്റെ GST മൂന്നാമത്തെ പാർട്ടാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ GST ഒന്നാമത്തെ പാർട്ടും സെക്കൻഡ് പാർട്ടും ഓൾറെഡി കണ്ടിരിക്കും. ഇത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഓരോ പാർട്ടായിട്ടാണ് ഈ പാഠഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം വിട്ടുപോയി എന്നൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രം ദ ബിഗിനിങ് തന്നെ എടുത്തത്. അതിൻ്റെ അകത്താണ് പാർട്ട് 1 സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ GSTൻ്റെ ഒരു ബിസിനസ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് GSTയിൽ സൂക്ഷിച്ചിരിക്കേണ്ട, ഒരു ഫിനാൻഷ്യൽ ഇയർ സൂക്ഷിച്ചിരിക്കേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കുക, എന്തെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒന്ന്, ഔട്ട്വേർഡ് സപ്ലൈ രജിസ്റ്റർ. ഔട്ട്വേർഡ് സപ്ലൈ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ മുമ്പ് നിങ്ങൾ സെയിൽസിനെയാണ് ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. മുമ്പ് സെയിൽസ് രജിസ്റ്റർ എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ GSTയിൽ അത് എല്ലാം സപ്ലൈ, പർച്ചേസ് ആവട്ടെ സെയിൽസ് ആവട്ടെ, സപ്ലൈ എന്ന നിലയിലാണ് പറയുക. ഔട്ട്വേർഡ് സപ്ലൈ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സെയിൽസ് രജിസ്റ്റർ ആണ്. ഇൻവേർഡ് സപ്ലൈ രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അത് പഴയ പർച്ചേസ് രജിസ്റ്ററിനെയാണ്. ഇൻവേർഡ് സപ്ലൈ എന്നാൽ പർച്ചേസ് രജിസ്റ്റർ, പർച്ചേസിനെയാണ് ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇൻവേർഡ് സപ്ലൈ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ പർച്ചേസ് രജിസ്റ്റർ കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം സ്റ്റോക്ക് രജിസ്റ്റർ ആണ്. സ്റ്റോക്ക് രജിസ്റ്റർ മുന്നേ തന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ GSTയിൽ അത് ഒന്നുകൂടി പ്രധാനപ്പെട്ടതായി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ GSTയിൽ GST ഡിപ്പാർട്ട്മെന്റ് അടക്കം എല്ലാം സോഫ്റ്റ്വെയറിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏത് ഡീറ്റെയിൽസ് വേണമെങ്കിലും വാങ്ങിക്കാനും അത് വെരിഫൈ ചെയ്യാൻ അവർക്ക് പറ്റും. മാത്രമല്ല, ഇനി വലിയൊരു റിഫോർമേഷൻ, ഒരു ചേഞ്ച്, ഒരു മാറ്റം വരാനുള്ളത് ഒരു സോഫ്റ്റ്വെയർ GST ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരും. അതിൽ നമ്മൾ ബിൽ ചെയ്യണം എന്നൊരു മാറ്റം വരാനുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എല്ലാ വിവരങ്ങളും അവരുടെ രജിസ്റ്ററിലേക്ക് പോകും. അപ്പോൾ കറക്റ്റ് ഒരു സ്റ്റോക്ക് രജിസ്റ്ററും കൂടി ഇല്ല എങ്കിൽ നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ കീപ്പ് ചെയ്യുന്നതിൽ ഒരു സ്റ്റോക്ക് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ കീപ്പ് ചെയ്ത കണക്ക് പ്രകാരം, കാരണം സെയിൽസും പർച്ചേസും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കിട്ടുന്ന പ്രകാരം ഉള്ള ഒരു സ്റ്റോക്കും വേറെ ആണെങ്കിലും പിന്നെ അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അതുകൊണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് രജിസ്റ്റർ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് പ്രൊഡക്ഷൻ രജിസ്റ്റർ ആണ്. അത് പ്രൊഡക്ഷൻ ഉള്ളവർ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് മാത്രമാണ് പ്രൊഡക്ഷൻ രജിസ്റ്റർ. പിന്നെ ഇൻപുട്ട് ക്ലെയിംഡ് ഡീറ്റെയിൽസ്, അതിന്റെ ഒരു രജിസ്റ്റർ വെക്കണം. ഇൻപുട്ട് ക്ലെയിംഡ് അത് ഓൾറെഡി GST സൈറ്റിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ ഉണ്ട്. പക്ഷെ അത് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം നമുക്ക് മനസ്സിലാകുന്ന ഫോർമാറ്റിലാണ് ഉള്ളത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഇൻപുട്ട് ക്ലെയിംഡിന്റെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു ലെഡ്ജർ പോലെ ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും. 6th, ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ്. ഇതും GST സൈറ്റിൽ ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ, ഇലക്ട്രോണിക് ക്യാഷ് രജിസ്റ്റർ എന്ന് പറഞ്ഞ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതും സൈറ്റിലെ പ്രിന്റ് ഔട്ട് എത്രമാത്രം നമുക്ക് ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടേതായ ഒരു രജിസ്റ്റർ ഇതിനും സപ്പോർട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ മന്ത്ലി എനിക്ക് തോന്നുന്നു രജിസ്റ്റർ കീപ്പ് ചെയ്യും. ഇതിന്റെ സെറ്റ് ഓഫ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ കീഴെ പറയുന്നുണ്ട്, നോക്കാം. 7th, RCM ഈഫെനി. എന്താണ് RCM രജിസ്റ്റർ കൂടി കീപ്പ് ചെയ്യണം. RCM എന്ന് വെച്ചാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഞാൻ മുമ്പേ പറഞ്ഞു, RCM എന്ന് പറഞ്ഞാൽ അൺരജിസ്റ്റേർഡ് പാർട്ടിയിൽ നിന്നാവട്ടെ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരാകും. അപ്പോൾ RCM ലയബിലിറ്റി ഉണ്ടാവും. ആ RCMന്റെ ഒരു രജിസ്റ്റർ, അങ്ങനെ ഒരു ബാധ്യത നമുക്കുണ്ടെങ്കിൽ അതിന്റെ രജിസ്റ്റർ കൂടി കീപ്പ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 8ാമത്തത്, ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് സപ്ലൈ ബിൽസ്. നമ്മൾ മുന്നേ പറയുന്നതാണെങ്കിൽ പർച്ചേസ് ആൻഡ് സെയിൽ ബിൽ എന്ന് പറയും. അത് ഇതിൻ്റെ അകത്ത് ഔട്ട്വേർഡ് സപ്ലൈ ബിൽസ്, ഇൻവേർഡ് സപ്ലൈ ബിൽസ് എന്നാണ് പറയാ. അത് രണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫയലാക്കി വെക്കുമല്ലോ. പർച്ചേസ് ബില്ല് ഒരു ബോക്സ് ഫയൽ ഇട്ട് വെക്കും, അതേപോലെ തന്നെ സെയിൽ ബില്ല് ബോക്സ് ഫയൽ ഇട്ട് വെക്കും. അതേപോലെ തന്നെ നമ്പർ ചെയ്തിട്ട് നല്ല സോർട്ട് ചെയ്ത ഔട്ട്വേർഡ് സപ്ലൈ ബിൽസും ഇൻവേർഡ് സപ്ലൈ ബിൽസും, അതായത് സെയിൽസിന്റെ പർച്ചേസിന്റെ ബിൽസ് രജിസ്റ്ററിൽ
കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും, ഇതിൻ്റെ അകത്ത് നമ്മൾ പാർട്ടിക്ക് ഡിസ്കൗണ്ടോ അങ്ങനെ വല്ല കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ടൊക്കെ ഇഷ്യൂ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്ത ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും സപ്ലൈയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് വ്യക്തമായി സൂക്ഷിച്ചിരിക്കണം. പിന്നെയുള്ളത് ഇ-വേ ബില്ല്. ഇ-വേ ബില്ല് നമുക്കറിയാം 50,000 മുകളിൽ വാല്യൂ വരുന്ന ഒരു സ്റ്റോക്ക് നമ്മുടെ സൈഡിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് കീപ്പ് ചെയ്യണം, ഉണ്ടാക്കിയിരിക്കണം, ഇ-വേ ബില്ല് ഉണ്ടാക്കിയിരിക്കണം. അതിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഡെലിവറി ചെല്ലാന്റെ കോപ്പി ഉണ്ടാവണം. അതായത് നമ്മുടെ സൈറ്റിൽ ഒരു സാധനം വന്ന് നമ്മൾ നമ്മുടെ ഗോഡൌണിൽ നിന്ന് വേറൊരു ഗോഡൌണിലേക്ക് മാറ്റുമ്പോഴൊക്കെ ഏതാ യൂസ് ചെയ്യുക, ഡെലിവറി ചെല്ലാനാണ് യൂസ് ചെയ്യുക. അതിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ പേയ്മെന്റ് വൗച്ചർ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അതിൽ കിട്ടുന്ന ബില്ല് സപ്പോർട്ട് ചെയ്തിട്ട് വളരെ വ്യക്തമായി കീപ്പ് ചെയ്തിരിക്കണം പേയ്മെന്റ് വൗച്ചർ. അതുപോലെ തന്നെ റെസിപ്റ്റ് വൗച്ചർ, എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതിന്റെ റെസിപ്റ്റ് വൗച്ചർ കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ റീഫണ്ട് വൗച്ചർ, നമ്മൾ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് എടുക്കുന്ന അഡ്വാൻസ് വാങ്ങി അത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതാണെങ്കിൽ അതിനുള്ള പ്രൂഫാണ് റീഫണ്ട് വൗച്ചർ. ആ റീഫണ്ട് വൗച്ചർ നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ അഡ്വാൻസ് രജിസ്റ്റർ എന്ന് വെച്ചാൽ എസ്പെഷ്യലി സർവീസ് മേഖലയിലുള്ളവർക്ക് ഇപ്പോഴും അഡ്വാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവേർഡ് സപ്ലൈന്റെ ഔട്ട്വേർഡ് സപ്ലൈന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇൻകത്തിന്റെ ഭാഗമായി കണ്ടിട്ട് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് പേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അഡ്വാൻസ് രജിസ്റ്ററും കൂടി സർവീസ് ഇൻഡസ്ട്രിയിലുള്ളവർ പ്രത്യേകിച്ച് കീപ്പ് ചെയ്യണം. പിന്നെ ക്യാഷ് ബുക്ക്, ജേർണൽ ആൻഡ് ലെഡ്ജർ, നോർമലി നമ്മൾ എല്ലാവരും കീപ്പ് ചെയ്യാറുള്ള ക്യാഷ് ബുക്ക്, ജേർണൽ, ലെഡ്ജർ, ഇത്രയും കീപ്പ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നത്, ഇത് ഞാൻ പിന്നീട് കൂട്ടിച്ചേർത്താണ്. അതായത് GSTR 2A കോപ്പി കൂടി എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. കാരണം മന്ത്ലി ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നത്. GSTR 2A ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നത്. ഇത് ആക്ച്വലി പറഞ്ഞ ലിസ്റ്റിൽ ഇല്ല, ഞാൻ പിന്നീട് കൂട്ടിച്ചേർത്താണ്. GSTR 2A കൂടി നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. മന്ത്ലി നിങ്ങൾ ഇൻപുട്ട് എടുക്കുന്നത് ഈ GSTR 2A ബേസിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 10% റൂളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എടുത്തതെന്ന് എന്തെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ മന്ത്ലി എടുത്തതിന്റെ നിങ്ങൾ ക്ലെയിം ചെയ്ത ഇൻപുട്ടിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സപ്പോർട്ടായി. അപ്പോൾ GSTR 2A കോപ്പി വേണം. പിന്നെ മന്ത്ലി റിട്ടേൺ കോപ്പി എല്ലാ മാസത്തെയും അത് നിങ്ങൾ 3B, GSTR 1, 3B ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ അതിന്റെ കോപ്പിയും അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തു, അതിന്റെ ഫിഗേഴ്സ് ഒക്കെ എങ്ങനെ ഡിറൈവ് ചെയ്തു എന്നുള്ള സപ്പോർട്ടിങ് അടക്കം വെച്ചിട്ടുള്ള ഓരോ മാസത്തെയും മന്ത്ലി GST റിട്ടേണിന്റെ കോപ്പി കീപ്പ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ GSTന്റെ റൂള് പ്രകാരം നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കേണ്ടത്. ഒന്ന്, ഔട്ട്വേർഡ് സപ്ലൈ രജിസ്റ്റർ, ഇൻവേർഡ് സപ്ലൈ രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ, പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ പ്രൊഡക്ഷൻ രജിസ്റ്റർ, ഇൻപുട്ട് ക്ലെയിംഡ് രജിസ്റ്റർ, ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ ആൻഡ് പെയ്ഡ് രജിസ്റ്റർ, RCM ഉണ്ടെങ്കിൽ അതിന്റെ രജിസ്റ്റർ, ഔട്ട്വേർഡ് സപ്ലൈ ഇൻവേർഡ് സപ്ലൈന്റെ ബിൽസ്, അതായത് സെയിൽസ് ആൻഡ് പർച്ചേസിന്റെ ബില്ല്, ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തതും സപ്ലയർ എടുക്കുന്ന ഇങ്ങോട്ട് കിട്ടിയെന്നും, ഇ-വേ ബിൽസിന്റെ കോപ്പി, ഡെലിവറി ചെല്ലാൻ, പേയ്മെന്റ് വൗച്ചർ, റിസീപ്റ്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, അഡ്വാൻസ് രജിസ്റ്റർ. സർവീസ് ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. അത് നമ്മുടെ ഔട്ട്പുട്ട് ലയബിലിറ്റിയുടെ ഭാഗമാണ്. പിന്നെ ക്യാഷ് ബുക്ക്, ജേർണൽ ആൻഡ് ലെഡ്ജർ. ഇത് കൂടാതെ മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് GSTR 2A കൂടി, GSTR 2A കോപ്പി കൂടി നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇതിന്റെ ബേസിലാണ് നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നത്. പിന്നെ മന്ത്ലി റിട്ടേൺ, അത് ഇതൊക്കെ 10ാമത്തെ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും അതിന്റെ കറക്റ്റ് കമ്പ്യൂട്ടേഷൻ വർക്ക് നിങ്ങൾ ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തതും പേ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് അതിനോട് സപ്പോർട്ട് വെച്ചിട്ട് ഒരു സെറ്റാക്കി വെക്കുന്നത് നന്നായിരിക്കും ഈ 12 മാസത്തെ ഒരു സാമ്പത്തിക വർഷത്തെ മുഴുവൻ. ഇനി നോക്കുക, ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ബുക്സ് നമ്മൾ എത്ര കാലം സൂക്ഷിക്കണം? ഈ GST ആക്ട് പ്രകാരം ഈ പറഞ്ഞ ബുക്സുകളൊക്കെ നമ്മൾ എത്ര കാലം സൂക്ഷിച്ചിരിക്കണം? ആക്ടിൽ പറയുന്നത്
6 വർഷം സൂക്ഷിച്ചിരിക്കണം എന്നാണ്. അതായത് 72 മാസം, 6 വർഷം ഈ ബുക്സ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഇനി 6 വർഷം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സാധാരണയാണെങ്കിൽ നിങ്ങൾ പറയും ഏതാണ് ഫിനാൻഷ്യൽ ഇയർ, ഒരു ഫിനാൻഷ്യൽ ഇയർ വിചാരിക്കുക 18-19 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 19 മാർച്ച് വരെയായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത്. 31 മാർച്ച് 2019 ഇത് എൻഡ് ചെയ്യുക. ഇവിടുന്ന് നമ്മൾ 6 വർഷം കൂട്ടും. എന്നാൽ ആ രീതി തെറ്റാണ്. അങ്ങനെയല്ല, ഇതിന്റെ 6 വർഷം കണക്ക് കൂട്ടേണ്ടത് ഫിനാൻഷ്യൽ ഇയർ 18-19 എൻഡ് ചെയ്യുന്നത് 31 മാർച്ച് 2019 ഓക്കെ. പക്ഷെ അതിന്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ്, ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ഏതാണ്? 31/12/2019. ഓരോ മാസത്തെയും ഡിസംബറിലായിരിക്കും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ ഇയർ 18-19 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 31/12/2019. അവിടുന്ന് തൊട്ടിട്ട് 6 വർഷമാണ് കണക്ക് കൂട്ടേണ്ടത്. അതായത് ഓരോ സാമ്പത്തിക വർഷത്തിന്റെയും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എന്താണോ അവിടുന്ന് 6 വർഷമാണ് കൂട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ 6 വർഷം വരിക 31/12/2025 31/12/2025 വരെ ആ ബുക്സ് ഫിനാൻഷ്യൽ ഇയർ 18-19 ബുക്സ് 31/12/2025 വരെ കീപ്പ് ചെയ്തിരിക്കണം. ഇങ്ങനെ 6 വർഷമാണ് അല്ലെങ്കിൽ 72 മാസമാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. തീർച്ചയായും ഇനിയും നമ്മുടെ എൻ്റെ ചാനൽ ഈ പറഞ്ഞതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ സ്റ്റേജ് വൈസ് ആണ് ഓരോ ചാപ്റ്ററും മുന്നോട്ട് നീങ്ങുന്നത്. ആ റൂട്ടിലൂടെ തന്നെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ നല്ല കോൺഫിഡൻസിൽ GST ഫൈനലൈസേഷൻ വരെ, ആ സ്റ്റേജ് വരെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.